തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്, ചിഹ്നം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാജ്യത്ത് ഏറ്റവും പരിണിതപ്രജ്ഞരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും മത്സരരംഗത്താണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം വീണ്ടും കണ്ണൂർ ജനവിധി തേടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി 182.31 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഒരു പ്രതിപക്ഷ MP എന്ന നിലയിൽ BJP അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് വളരെ നീതിരഹിതമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ നാടിനു വേണ്ടിയുള്ള വികസനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു ഒരു ജനപ്രതിനിധിയാണ് ശ്രീ കെ സുധാകരൻ എന്നുള്ളത് രേഖയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ സാധിക്കും. അതോടൊപ്പം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എത്ര തവണ എഴുന്നേറ്റ് നിന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനായി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ആണ് കെ സുധാകരൻ. അത് BJP ആണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ നിലപാടുകൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് എഴുന്നേറ്റ് നിന്ന സമയത്ത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ അവരുടെ എതിർപ്പിനെ അവർ കായികമായി നേരിട്ട് കള്ളപ്രചാരവേല നടത്തി എല്ലാ തലത്തിൽ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ഈ കണ്ണൂരിലെ ജനത വിപ്ലവ പാരമ്പര്യം പേറുന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ കെ സുധാകരൻ കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടിന് ജയിച്ചെങ്കിൽ അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ച് കയറുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള